ഗുഡ് മോർണിംഗ് സ്റ്റോക്ക് ബ്രോ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഇമ്പോർട്ടൻറ്റ് ലെവൽസ് നമുക്ക് നോക്കാം. നിഫ്റ്റിയിൽ 24,295 ആ ഒരു പ്രോപ്പർ IDX ഏരിയയാണ് അവിടെയുള്ളത്. ബാക്കി ഞാൻ മുകളിൽ മാർക്ക് ചെയ്ത് 24,400 സംതിങ്ങിൻ്റെ ഇപ്പോൾ മാർക്കറ്റ് ടാപ്പ് ചെയ്ത ഏരിയ ഒക്കെ ഒരു ഇൻറ്റേർണൽ ഒരു സിംഗ് ലോ ലിക്വിഡിറ്റി എന്ന് പറയാം. അതുപോലെ അപ്സൈഡ് ആണെങ്കിൽ 24,583 അതിൻ്റെ മുകളിലേക്ക് പോകുകയാണെങ്കിൽ താഴേക്കുള്ള ട്രേഡ് ആയിരിക്കും ഞാൻ പരിഗണിക്കുക. അതുപോലെ 24,675 അതിൻ്റെ മുകളിലേക്ക് പോകുകയാണെങ്കിലും താഴേക്കുള്ള ട്രേഡ് ആയിരിക്കും പരിഗണിക്കുക. 24,295 താഴേക്ക് വരികയാണെങ്കിൽ മുകളിലേക്കായിരിക്കും ഞാൻ നോക്കുക. പക്ഷേ അവിടേക്ക് എത്താൻ പ്രയാസമാണെന്ന് എനിക്ക് തോന്നുന്നത്. അതുപോലെ ബാങ്ക് നിഫ്റ്റി ആണെങ്കിൽ 52,850 പ്രോപ്പർ IDX ഏരിയയാണ്. അവിടെ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ മുകളിലേക്ക് നമുക്ക് നോക്കാം. അതാണ് ഇപ്പോൾ ഇന്നത്തെ. അതുപോലെ 53,537 അതിൻ്റെ മുകളിലേക്കാണ് മാർക്കറ്റ് ആദ്യം പോകണമെങ്കിൽ നമുക്ക് ഡൗൺ സൈഡ് നോക്കാം. ഇതിൽ ഏതാണോ മാർക്കറ്റ് ആദ്യം വരുന്നത് അതിനനുസരിച്ച് നമുക്ക് ട്രേഡ് പ്ലാൻ ചെയ്യും. ഇതുവരെ മാർക്കറ്റ് ഏത് ഏരിയയിലും ടാപ്പ് ചെയ്തിട്ടില്ല. അപ്പോൾ വെയിറ്റ് ചെയ്യാം, നമുക്ക് ഓപ്പർച്യൂണിറ്റി വരട്ടെ, എന്നിട്ട് നമുക്ക് എൻട്രി എടുക്കാം. ഇന്ന് ഫ്രൈഡേ ആണ്, ഞാൻ കുറച്ച് നേരത്തെ പോകും. മാക്സിമം 2 ട്രേഡേ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ഒരു ട്രേഡ്. അതിന് മുമ്പ് നമുക്ക് ഒരു 11 മണീൻ്റെ മുന്നേ കിട്ടുകയാണെങ്കിൽ ഇന്ന് കുറച്ച് നേരത്തെ പോകണം. 11 മണീൻ്റെ മുന്നേ കിട്ടുകയാണെങ്കിൽ എൻട്രി എടുക്കും. 2 എൻട്രി ഇട്ടാണെങ്കിൽ 2 എൻട്രി എടുക്കും. ഇപ്പോൾ ഒരു എൻട്രി ആണെങ്കിൽ ഒരു എൻട്രി, അങ്ങനെയായിരിക്കും പ്ലാന്. നോക്കാം, ഞാൻ ഏതായാലും അപ്ഡേറ്റ് ചെയ്തു തരാം. സമയം 9:45 നമുക്കൊരു അപ്സൈഡ് എൻട്രി നോക്കാം. ഇതിപ്പോൾ ഒരു എന്താ പറയുക, നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത ഒരു സിംഗ് ലോ ഒക്കെ ടാപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി ഒരു ബൈ ചെയ്യാം നമുക്ക്. നിഫ്റ്റിയിൽ ഒരു സിംഗ് ലോ, അത് പ്രോപ്പർ IDX അല്ല, പ്രോപ്പർ IDX ഒരുപാട് താഴെയാണ്. അപ്പോൾ അവിടേക്ക് എത്തുമെന്ന് തോന്നുന്നില്ല മാർക്കറ്റ്. അതിന് മുമ്പ് തന്നെ ചിലപ്പോൾ റിവേഴ്സായി ചെയ്യാം. അപ്പോൾ ആ ഒരു പ്രതീക്ഷ വെച്ചിട്ടാണ് നമ്മൾ എടുത്തത്. അതുപോലെ ഫ്യൂച്ചർ ചാർട്ടിൻ്റെ ഡേ ലോ ഒക്കെ എടുത്തിട്ടുണ്ട്. ഒരു ലിക്വിഡിറ്റി ഏരിയയിൽ നിന്ന് മാർക്കറ്റ് ടാപ്പ് ചെയ്തുകൊണ്ടാണ് ആ ഒരു ട്രേഡ് എടുത്തത്. നോക്കാം, നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം. പിന്നെ ട്രേഡ് ലോജിക്ക് ഇത്രേ ഉള്ളൂ. പ്രോപ്പറായിട്ടുള്ള ഒരു മീൻസ് എന്താ പറയുക, ഇന്ന് നമ്മൾ രാവിലെ മാർക്ക് ചെയ്ത ഒരു സിംഗ് ലോയിൽ ബാങ്ക് നിഫ്റ്റി ഓൾറെഡി ടാപ്പ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഫ്യൂച്ചർ ചാർട്ടിൽ ഡേ ലോ സ്വീപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു ചെറിയൊരു അപ്സൈഡ് മൂവ്മെൻറ്റും പ്രതീക്ഷിക്കുന്നുണ്ട്. ഇന്നത്തെ ഹൈവരെയൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം മാർക്കറ്റ് അത്യാവശ്യം നന്നായിട്ട് താഴേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇന്ന് രാവിലെ മുതൽ നല്ല ബെയറിഷ് ആയിരുന്നു. അത്യാവശ്യം ബെയറിഷാണ് മാർക്കറ്റ്. നല്ല ബുള്ളിഷ് കണ്ടീഷനിൽ നിൽക്കുന്ന സമയത്ത് അതിൻ്റെ SL അടിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഫസ്റ്റ് ട്രേഡ് SL അടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഇപ്പം ബാങ്ക് നിഫ്റ്റിയും നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ടല്ലോ. ബാങ്ക് നിഫ്റ്റി നമ്മുടെ ഒരു പ്രോപ്പർ IDXന് എടുത്തിട്ടുണ്ട്. മാർക്കറ്റ് അത്യാവശ്യം നല്ല ബെയറിഷായിട്ട് താഴേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഫസ്റ്റ് ട്രേഡൊക്കെ ഇതൊക്കെ കാണാം നിങ്ങൾക്ക്. ലോസ് 2,200 രൂപ ലോസ്. അപ്പോൾ നമുക്ക് ഇനി ആണെങ്കിൽ അപ്സൈഡിലേക്ക് തന്നെ ഞാൻ ഒരു ട്രേഡും കൂടി പ്ലാൻ ചെയ്യണം. സമയം 9:45 അല്ലേ. പക്ഷേ ഞാൻ നല്ല അപ്സൈഡിലേക്ക് പ്രതീക്ഷിക്കുന്നുണ്ട് മാർക്കറ്റ്. നിഫ്റ്റി 24,295 എത്തിയിട്ടില്ല അല്ലേ. നിഫ്റ്റിയുടെ ഫ്യൂച്ചർ ചാർട്ട് IDX ടാപ്പ് ചെയ്യാനായിട്ടുണ്ട്. അത് ടാപ്പ് ചെയ്യാലും നമുക്ക് മുകളിലേക്ക് നോക്കാം. നിഫ്റ്റി സ്പോട്ടാണെങ്കിൽ കുറച്ചും കൂടി താഴെ വരണം. 294 അത് ടാപ്പ് 24,295 അതിൻ്റെ താഴേക്ക് വരികയാണെങ്കിൽ നമുക്ക് അപ്സൈഡ് നോക്കാം. പക്ഷെ ഇപ്പോൾ അത് ചിലപ്പോൾ വരലും ഉണ്ടാവില്ല. അത് ചിലപ്പം ബാങ്ക് നിഫ്റ്റി ഓൾറെഡി ടാപ്പ് ചെയ്തിട്ട് നമുക്ക് ബാങ്ക് നിഫ്റ്റിയിൽ ഒരു അപ്സൈഡിലേക്ക് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുകയാണ്. ആദ്യം അത് നോക്കാം. സമയം 9:56 കേട്ടോ. നമ്മൾ അഗെയിൻ മാർക്കറ്റ് ബാങ്ക് നിഫ്റ്റിയിൽ നമ്മൾ മാർക്ക് ചെയ്ത് 52,850 താഴെ വന്നുകൊണ്ട് തന്നെ നമ്മൾ പ്ലാൻ ചെയ്യാൻ. നിഫ്റ്റി താഴേക്ക് എത്തിയിട്ടില്ല. നിഫ്റ്റി ലിക്വിഡിറ്റി എടുത്തിട്ടില്ല. 24,295. പക്ഷേ ബാങ്കിൽ നമുക്കൊരു ഓപ്പർച്യൂണിറ്റി വന്നിട്ടുണ്ട്. ഒരു പ്രോപ്പർ IDX കുറേ ദിവസമായി പ്രോപ്പർ IDX ഇതുവരെ എടുത്തിട്ടില്ല മാർക്കറ്റ് അത്യാവശ്യം ബുള്ളിഷായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന മാർക്കറ്റ് വലിയ ക്യാൻഡിൽ ക്രിയേറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഇടയിൽ ബാബി ക്യാൻഡിലൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയും ലോക്ക് എടുത്ത് നല്ലോണം താഴേക്ക് ഫാള് വരുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു അപ്സൈഡും പ്രതീക്ഷിക്കുക. കാരണം ഒരുപാട് ആളുകൾ സ്റ്റോക്ക് വാങ്ങാൻ പറ്റിയൊരു അവസരമാണിത്. അപ്പോൾ നമുക്ക് അപ്സൈഡിലേക്കുള്ള ട്രേഡ് തന്നെയാണ് ഇന്ന് ഞാൻ നോക്കുന്നത്. ഞാൻ നല്ല ബുള്ളിഷാണ് എന്നുള്ളതാണ് എൻ്റെ വ്യൂ. പക്ഷേ അത് പ്രകാരം നമ്മൾ ഫസ്റ്റ് ഒരു ട്രേഡ് എടുത്തിട്ടുണ്ട്. അത് SL അടിച്ചിട്ടുണ്ട്. പക്ഷേ കുഴപ്പമില്ല. ഇനിയും ഒരു അവസരം കിട്ടുകയാണെങ്കിൽ ഞാൻ ബുള്ളിഷ് അപ്സൈഡിലേക്കും കൂടി തന്നെ നോക്കുന്നുള്ളൂ. ഈ ട്രേഡും കൂടി എൻട്രി കിട്ടുകയാണെങ്കിൽ ഓക്കെ. എൻട്രി കിട്ടുകയാണെങ്കിൽ പിന്നെ സ്റ്റോപ്പ് ലോസ് അടിക്കുകയാണെങ്കിൽ സ്റ്റോപ്പ് ചെയ്യും കേട്ടോ. ഇനിയിപ്പോൾ ടാർഗറ്റ് അടിക്കുകയാണെങ്കിൽ നമ്മൾ 11 മണീൻ്റെ മുന്നേ ഒരു എൻട്രി കൂടി കിട്ടുകയാണെങ്കിൽ ആ ഒരു ചാൻസ് കൂടി നോക്കും. സാധാരണ ഒരു SL അടിച്ച് കഴിഞ്ഞാൽ പിന്നെ അന്നത്തെ പ്രൈസ് ആക്ഷൻ അനുസരിച്ചാണ് നോക്കുക. പക്ഷേ എനിക്ക് ഇന്ന് പ്രോപ്പർ IDX ബാങ്കൊക്കെ കുറേ ദിവസത്തിന് ശേഷം എടുത്തത്. അപ്പോൾ അപ്സൈഡിലേക്ക് പോകും എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ട്. പ്രതീക്ഷ പോലെ നമ്മളൊരു അവസരത്തിൽ ഒരു ട്രേഡ് എടുക്കും. ആ ഒരു ട്രേഡ് എടുക്കും, അതുപോലെ SLും കൊടുക്കും. അത്രേ ഉള്ളൂ. ഇന്ന് അത്യാവശ്യം വലിയ ടാർഗറ്റൊക്കെ ഉണ്ട്. മാർക്കറ്റ് 500 പോയിൻ്റൊക്കെ പ്രതീക്ഷിക്കുന്നത്. കിട്ടിയ അടിപൊളി അല്ലേ. എൻട്രി തരട്ടെ ആദ്യം. എൻട്രി തരാതെ മുകളിലേക്ക് തന്നെ പോവുകയാണെങ്കിൽ നമുക്ക് പിന്നെ ഒരുപാട് മുകളിൽ നിന്ന് എൻട്രി കിട്ടിക്കഴിഞ്ഞാൽ വലിയ ടാർഗറ്റും കുറവായിരിക്കും എന്നുള്ളതാണ്. താഴത്തു നിന്ന് തന്നെ എൻട്രി കിട്ടിക്കഴിഞ്ഞാൽ 500 പോയിൻ്റ് ഉണ്ട് സ്പോട്ടിൽ. നമുക്കൊരു 200-300 പോയിൻ്റ് സുഖമായിട്ട് പ്രീമിയത്തിൽ കിട്ടും. അത് 1:3
15 ടാർഗറ്റ് അടിക്കുകയാണെങ്കിൽ വരാൻ ചാൻസ് ഉണ്ട്. സ്റ്റോപ്പ് ലോസ് പിന്നെ നമ്മൾ ഫിക്സഡ് ആണ്, 2000 റുപ്പീസ് ആയിരിക്കും നമ്മുടെ സ്റ്റോപ്പ് ലോസ്. നിഫ്റ്റി ഇറക്കാൻ കാണില്ലല്ലോ, നിഫ്റ്റി ലിക്വിഡിറ്റി എടുത്തില്ല, പക്ഷേ ബാങ്ക് എടുത്തതിനെ കൊണ്ട് പോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ. നിഫ്റ്റിയും പ്രീമിയം വീണ്ടും കയറിയോ, എൻട്രി തന്നിട്ടില്ല, വെയിറ്റിംഗ് ആണ്. ഇത് ഞാൻ നമ്മൾ കഴിഞ്ഞ ഒരാഴ്ച ആയിട്ട് മാർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ലെവലാണ് 52,850 ലെവൽസ് മാർക്ക് ചെയ്യണ സെക്ഷനിൽ കണ്ടാൽ അറിയാം എല്ലാവർക്കും. ആ ഒരു ഏരിയ ഒരുപാട് ദിവസമായിട്ട് എടുക്കാത്ത ലിക്വിഡിറ്റിയാണ്. അപ്പം ആ ഒരു ഏരിയ മാർക്കറ്റ് ടാപ്പ് ചെയ്യും. മീൻസ് ഇപ്പോൾ ഞാൻ പറഞ്ഞത് എന്താ വെച്ചാൽ, ഇപ്പോൾ മാർക്കറ്റ് നല്ല ബുള്ളിഷായി, ഇതിൻ്റെ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. മാർക്കറ്റ് നല്ല ബുള്ളിഷായി പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കുറേ ആളുകൾ സിങ് ട്രേഡിംഗ് ഒക്കെ കയറിയിട്ടുണ്ടാവല്ലോ. സിങ് ട്രേഡിങ്, ഷോർട്ട് ടേം ട്രേഡ്സ്, 5% ടാർജറ്റ്, 3% SL അങ്ങനെയൊക്കെ പറഞ്ഞ രീതിയിൽ, അല്ലെങ്കിൽ 5% SL അങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകൾ മാർക്കറ്റ് നല്ല ബുള്ളിഷായി കൊണ്ടിരിക്കുമ്പോൾ ടോപ്പിൽ എത്തുമ്പോഴേക്കൊക്കെ കയറുക അധികം, ബ്രേക്ക് ഔട്ട് എന്നൊക്കെ പറഞ്ഞ്. ആ ബ്രേക്ക് ഔട്ടിലൊക്കെ എടുത്ത ആളുകൾ സ്റ്റോപ്പ് ലോസ് വെച്ച് ഏരിയ എത്തണമെങ്കിൽ കുറച്ച് മാർക്കറ്റ് താഴേക്ക് വരുമ്പോൾ അവരൊക്കെ എടുത്ത് അവരെ സ്റ്റോക്ക് വാങ്ങിയതൊക്കെ സ്റ്റോക്ക് വിറ്റ് ഒഴിവാക്കുമല്ലോ. ആ സമയത്ത് ഇൻസ്റ്റിറ്റ്യൂഷൻസിനൊക്കെ സ്റ്റോക്ക് വാങ്ങാൻ പറ്റിയൊരവസരമാണ്. അപ്പോൾ മാർക്കറ്റ് ബുള്ളിഷായി പോകാൻ ചാൻസ് ഉണ്ട് എന്നുള്ളതാണ്, എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. നമുക്ക് നോക്കാം, വെയിറ്റ് ചെയ്യാം. എൻട്രി വരട്ടെ. എൻട്രി വരാതെ കൊതിപ്പിച്ച് കടന്ന് കളിയോന്നുമല്ലോ അറിയില്ല. ബാങ്ക് നിഫ്റ്റിൻ്റെ ഫ്യൂച്ചർ ചാർട്ടിൽ എൻട്രി വന്നിട്ടൊന്നുമില്ല. വരുന്നുണ്ട്, താഴേക്ക് വരുന്നുണ്ട്. നിഫ്റ്റി രാവിലെ തന്നെ നമ്മളൊരു എൻട്രി എടുത്ത് വെറുതെ SL കൊടുത്തില്ല. ആ ഒരു ട്രേഡ് എടുത്തില്ലെങ്കിൽ അടിപൊളി, ഒരു SL വെറുതെ കളഞ്ഞിട്ടില്ലെങ്കിൽ. അതൊരു പ്രോപ്പർ IDX ഒന്നും ടാപ്പ് ചെയ്തിട്ടല്ല, ഒരു ഇൻറ്റേർണൽ ഒരു സിംഗ് ലോ ഒക്കെ എടുത്തിട്ടാണ് മാർക്കറ്റ് ട്രേഡ് എടുത്ത് ഫസ്റ്റത്തെ. പ്രോപ്പർ ഒരു ബാങ്ക് നിഫ്റ്റിയിൽ ഒരു എൻട്രി ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ ഒരു കിട്ടുകയാണെങ്കിൽ നമുക്ക് അതൊക്കെ എടുത്താൽ മതിയല്ലേ. ആ പ്രീമിയം നല്ല ഡിസ്കൗണ്ടിലേക്ക് വരുന്നുണ്ട്, പക്ഷേ നമ്മൾ എൻട്രി ഏരിയയിലേക്ക് എത്തുന്നില്ല. എത്തിയില്ല, വീണ്ടും പോയോ? എന്താണ് മാർക്കറ്റ്? വാട്ട് ആർ യു ഡൂയിങ്? നിഫ്റ്റി ഇതേപോലെ ഒരു IDX എടുത്തിട്ടൊന്നുമില്ല. നിഫ്റ്റി പക്ഷേ പ്രോപ്പർ IDX ടാപ്പ് ചെയ്തില്ല. ബാങ്ക് നിഫ്റ്റി ടാപ്പ് ചെയ്തുകൊണ്ടാണ് ബാങ്ക് നിഫ്റ്റി ട്രേഡ് ചെയ്യുന്നത്. ബാങ്ക് നിഫ്റ്റി അധികം ട്രേഡ് ചെയ്യാറില്ല ഇപ്പോൾ ഞാൻ കുറേ ആയിട്ട്. നിഫ്റ്റി തന്നെയാണ് അധികം ചെയ്യുക. ബാങ്ക് നിഫ്റ്റി ചെയ്യാൻ കാരണം ഞാൻ പറഞ്ഞ പോലെ പ്രോപ്പർ എൻട്രി വന്നിട്ടുണ്ട് കേട്ടോ. ബാങ്ക് നിഫ്റ്റിയിൽ എൻട്രി വന്നിട്ട് നമുക്ക് എടുക്കാം, ജസ്റ്റ് ബൈ കൊടുക്കാം. നമുക്ക് എത്രക്കാണ് കിട്ടിയെന്ന് നോക്കാം. പ്രീമിയം 628 കിട്ടിയത്. നമ്മളെ സ്റ്റോപ്പ് ലോസ് 608 റേഞ്ചിലൊക്കെ ഉണ്ടാവും. ഓക്കെ, താഴേക്ക് വന്നാൽ നമുക്ക് SL അടിച്ചു കഴിഞ്ഞാൽ ഇന്നത്തെ പരിപാടി 10 മണിയാകുമ്പോൾ നിർത്തേണ്ടി വരും. ഇനി അഥവാ മാർക്കറ്റ് മുകളിലേക്ക് പോകുകയാണെങ്കിൽ നമുക്ക് വെയിറ്റ് ചെയ്യാം. ചെറിയ പ്രോഫിറ്റൊക്കെ കാണിക്കുന്നുണ്ടല്ലേ, 834 പ്രോഫിറ്റ്, 1000 രൂപ പ്രോഫിറ്റ് ആയിട്ടുണ്ട്. മാർക്കറ്റ് ഒരു മൊമെൻറ്റം കിട്ടുന്ന പോലെ തോന്നുന്നു എനിക്ക്, അത്യാവശ്യം ഒരു മൊമെൻറ്റം വരുന്ന പോലെ തോന്നുന്നുണ്ട്. നോക്കാം, വെയിറ്റ് ചെയ്യാം. ഏതായാലും ഞാനൊന്ന് ഫാസ്റ്റ് ഫോർവേഡ് അടിച്ചിട്ട് കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, സമയം 10:10 ഉണ്ട്. നമ്മുടെ എന്താ പറയുക, SLൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട് കേട്ടോ. മാർക്കറ്റ് ഓൾറെഡി 5000, നമ്മൾ 5000 എന്നുള്ള സാധനം ഒന്നും എത്തിയിട്ടുണ്ട് കേട്ടോ. ആ ഒരു ട്രേഡിൽ 5000 വരെ പ്രോഫിറ്റ് കാണിച്ചതാണ്. ഇനിയിപ്പോൾ ഇവിടുന്ന് റിവേഴ്സൽ കിട്ടിക്കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു, അല്ലെങ്കിൽ ഇല്ല, SL അടിച്ചിട്ടുണ്ട്. അതൊരു 5 മിനിറ്റ്സ് IDX ഉണ്ടാക്കിയിട്ടുണ്ട് ബാങ്ക് അവിടെ. എന്താ ചെയ്യുക? അപ്പോൾ നമ്മുടെ 2 പരിപാടി ഇന്ന് കഴിഞ്ഞിട്ടോ. ഇനിയിപ്പോൾ ഇന്ന് ട്രേഡ് ഇല്ല. അല്ല, ഒരു 5 മിനിറ്റ്സ് ലിക്വിഡിറ്റി ടാപ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇനിയിപ്പോൾ ഇന്നൊരു ട്രേഡ് ഞാൻ ചെയ്യുന്നില്ല, കാരണം നമ്മൾ ഓൾറെഡി 2 SLൻ്റെ പരിപാടി 10 പരിപാടി കഴിഞ്ഞ് നമുക്ക് നാളെ നോക്കാം, അതാണ് നല്ലത്. അല്ലെങ്കിൽ പിന്നെ ബാങ്ക് നിഫ്റ്റി 24,295 താഴേക്ക് വരുമ്പോൾ അപ്പ് സൈഡിലേക്ക് നോക്കാമെന്നുള്ളതാണ്. പക്ഷേ ഏതായാലും ഇന്ന് ഇനി സമയമില്ല, 11 മണിയാകുമ്പോൾ പോകണം. എനിവേ നമുക്ക് നാളെ നോക്കാം, ഓർഡേഴ്സൊക്കെ കൂടെ കാണാം. താങ്ക് യു, ബൈ.